ഒരു സിമ്പിൾ നെയ്ച്ചോറും പരിചയപ്പെടാം. ഇതിൽ കോഴിക്കറി അമ്മയും നെയ്ച്ചോറ് ഞാനുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു നാരങ്ങ. ഇതിപ്പോൾ 6 കിലോ ചിക്കനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്രയും സവാളയും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഇതിലെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിച്ച് പച്ചമുളകും കറിവേപ്പില എന്നിവ ചേർത്ത് താളിച്ചതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാണ് ചിക്കൻ കറി. പുറത്ത് എവിടെ പോയി കഴിച്ചാലും തിരിച്ച് വീട്ടിൽ വന്ന് അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി കഴിക്കുന്നതിൻ്റെ സ്വാദ് അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ചധികം സമയം എടുക്കുന്ന പരിപാടിയാണ് ഈ സവാള വഴറ്റിയെടുക്കൽ. സവാള നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അമ്മ ഉണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഇത് കൈക്കണക്കും മനക്കണക്കുമാണ്. അതുകൊണ്ട് ആരും എന്നോട് ഇതിൻ്റെ അളവ് ചോദിക്കരുത്. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ സവാളയോടൊപ്പം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. എരിവിനാവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതാണ് ആദ്യം നമ്മൾ ചേർക്കുക. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളും സവാളയും കൂടി നന്നായി വാടി ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഈ കൂട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇതിനിടയ്ക്ക് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ കൂട്ട് മുഴുവൻ നന്നായിട്ട് തിളച്ച് എണ്ണ പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ അരപ്പും ചിക്കനും നന്നായി യോജിപ്പിച്ച് അടച്ച് വെച്ചാണ് വേവിക്കേണ്ടത്. ചിക്കൻ ഇവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് നെയ്ച്ചോറ് വെക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ്. ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് മുഴുവനും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പട്ട, ഏലക്ക, ഗ്രാമ്പു, പെരുംജീരകം, ബേ ലീഫ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. നെയ്ച്ചോറ് വയ്ക്കാൻ ശരിക്കും ഈ ചെറിയ അരിയാണ് നല്ലത്. നിങ്ങൾക്കിഷ്ടമുള്ള അരി തിരഞ്ഞെടുക്കാം. അരി ചേർത്ത് കുറച്ച് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുക്കറിൻ്റെ വേവിനും അരിയുടെ വേവിനും അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരും. അരിയിലേക്ക് പകുതി നാരങ്ങ ചെറുതായി അരിഞ്ഞതും 1/2 കപ്പ് പാല് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൻ്റെ അളവിൽ നിന്ന് 1/2 കപ്പ് കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ചോറിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർക്കാം. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒറ്റ വിസിലിന് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്.
ഇതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ, സവോള എന്നിവ കൂടി വിതറി നമുക്കൊന്ന് അടച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇറക്കുന്നതിന് മുന്നേ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, മല്ലിയില എന്നിവ വിതറി നന്നായി ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ നാടൻ കോഴിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിനോടൊപ്പം എന്നല്ല, നമുക്ക് എന്തിനോടൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചിക്കൻ കറി വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ബൈ ബൈ.